ഹായ്, എല്ലാവർക്കും ലച്ചു ടി ഫാമിലി എന്ന കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എവിടെ പോകാമെന്നല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? അതെ, ഞാൻ പോവുകയാണ് കൂട്ടുകാരെ. ഒരു പ്രധാനപ്പെട്ട സംഭവത്തിലേക്കാണ് നമ്മുടെ പോക്ക്. കണ്ടോ, പപ്പായ. പപ്പായ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പപ്പായ. അപ്പോൾ 2 എണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ താഴെ നിന്ന് എത്തുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി, ടെറസിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് പറിക്കുകയാണ്. പായ ഇങ്ങനെ പഴുത്തേട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതങ്ങ് പറിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അങ്ങ് തീരുമല്ലോ. പിന്നെ അതിൻ്റെ പച്ച ഉണ്ടായിരുന്നു, അതും പറിക്കണം. ഒന്നില്ലെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാം, അല്ലെങ്കിൽ കറി വയ്ക്കാം. ഏതെങ്കിലുമൊന്ന് ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ഞാൻ തോട്ടിയുടെ തമ്പത്ത് കത്തി കെട്ടിയിട്ട് വലിക്കുകയാണ്. അപ്പോൾ പപ്പായ മരം നന്നായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പേടിയുണ്ട്, കാരണം അത്രയും പപ്പായ അതുമുള്ളത് കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. പൊട്ടി വീണ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. പിന്നെ ഞാൻ ഒന്നും കരുതിയില്ല, 2 കൽപ്പിച്ചങ്ങ് കയറി അതങ്ങോട്ട് വലിച്ച്. പക്ഷെ ഭയങ്കര റിസ്ക്കായിരുന്നു കേട്ടോ. കത്തിയെങ്ങാനും പറഞ്ഞു പോന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല, പപ്പായ മരം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും വലിയൊരു മരം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പാടുണ്ട്. ഇവിടെ നിറയെ പപ്പായത്തിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. പക്ഷേ അതെങ്ങനെയൊക്കെയോ ഞാൻ പൊട്ടിച്ച് താഴിട്ടു. അപ്പോൾ മറ്റേത് പറിക്കണം എന്നൊക്കെ ഉണ്ടെന്ന് വേണ്ട, ഏതായാലും അവിടെ തന്നെ നിന്ന് പഴുക്കട്ടെ. നമ്മൾ പറിച്ച് വെച്ചിട്ട് പഴുക്കുന്നതിലും നല്ലതാണ്. മരത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ പഴുത്ത് നമ്മൾ പറിക്കുമ്പോണ്ടല്ലോ നല്ല മധുരം കിട്ടും. പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി പപ്പായയും പൊട്ടിച്ച് താഴെ ഇട്ടു. അപ്പോൾ അത് താഴെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ അത് പെറുക്കി, ആ വീടിൻ്റെ ഉടമസ്ഥയാണ് കേട്ടോ, അവരത് പെറുക്കിക്കൊണ്ടുവന്നു. പിന്നെ അതിന് ശേഷം വരുന്ന വരവിൽ കാണുന്ന കാഴ്ചകളാണിത്. മാവ് നിറയെ മാങ്ങുണ്ട്, അതേപോലെ സീതപ്പഴത്തിൻ്റെ മാങ്ങുണ്ട്. ഇതാണ് കേട്ടോ, മാങ്ങ നിറയെ മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് സീതപ്പഴമാണ്. സീതപ്പഴം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ സീതപ്പഴം എന്നാണ് പറയൽ. അതും ഒരുവിധമൊക്കെ പഴുത്തതൊക്കെ പറിച്ച് കഴിഞ്ഞു ഒരുവിധം. ഇനിയിപ്പോൾ കുറച്ച് 1-2 കായും കൂടി ഉണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ അതൊന്ന് മൂക്കാൻ വേണ്ടി നിർത്തി.